വരാൻ പോകുന്ന നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്റ്റുഡൻസിനെയാണെന്നാണ് പറയുന്നത്. ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, എന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കസിൻ UK വരാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അവനിങ്ങനെ നോക്കിയ ടൈമിൽ അവൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അത് എനിക്ക് അയച്ചു തന്നിട്ട് ഈ പറഞ്ഞ പോലെ ചോദിച്ചു, ഇപ്പോൾ ഇതുപോലെ ഉടനെ UK വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ള കാര്യത്തെപ്പറ്റി അവൻ ചോദിച്ചു. അതായത് കുറേ ടേംസ് അവനറിയാം, പക്ഷെ അതെന്താണെന്ന് അവന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ കുറേ പേരുടെ വീഡിയോസ് റിസർച്ച് ചെയ്തിട്ട് എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായതും ഞാൻ പിന്നെ UK ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് കയറി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യം പരിഗണിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ UK ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ ഏപ്രിലിന് ശേഷം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലേബർ പാർട്ടി വരുത്താൻ പോകുന്ന കുറേ നിയമങ്ങളാണ്. അതായത് ലേബർ പാർട്ടിക്ക് ഇനിയും സീറ്റുകൾ കിട്ടണം, അല്ലെങ്കിൽ അവർ ഇലക്ഷൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവർ പാലിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇനീഷ്യേറ്റീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇമിഗ്രേഷനിൽ വരുന്ന ചേഞ്ചസ്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇപ്പം കഴിഞ്ഞ മിനിഞ്ഞാന്ന് നടന്ന ഒരു ഇമിഗ്രേഷൻ ചേഞ്ചാണ്. ഏപ്രിൽ 9 മുതൽ ഇനിയും ഹെൽത്ത് കെയർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം 12.8 എന്നുള്ളൊരു സാലറി ത്രഷ് ഹോൾഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് COS ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കറൻറ്റ്ലി നമ്മുടെ മിനിമം വേജ് എന്ന് പറയുന്നത് 12.2 സംതിങ് ആണ്. അപ്പം ആ ഒരു റേഞ്ചാണ് ഓൾറെഡി ഇപ്പം വർക്ക് ചെയ്യുന്നവർക്കും COS അടിച്ചു കൊടുത്തവർക്കും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെ നിയമമാറ്റം എന്ന് വെച്ചാൽ ഇനി റിന്യൂ ചെയ്യുമ്പോഴും പുതിയ COS ഇഷ്യൂ ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് 12.8 സംതിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസ അവർ തരുള്ളൂ. അപ്പം റിന്യൂവലിൻ്റെ ടൈമിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ വളരെ മുന്നിൽ തന്നെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ കെയർ ഹോമിനോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ COS ഇഷ്യൂ ചെയ്യുന്ന ഏജൻസിയോട് ചോദിച്ചു നോക്കുക എന്താണ് ഇനിയും നമ്മൾ ചെയ്യേണ്ടത്, അവർ നമുക്ക് സാലറി കൂട്ടിത്തരുമോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ COS ഇഷ്യൂ ചെയ്യാൻ ബാക്കി മറ്റാരെങ്കിലും, അതായത് NHSൽ വല്ല ഇൻ്റർവ്യൂ അല്ല അറ്റൻഡ് ചെയ്യുമോ, അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് തുടങ്ങണമെന്നാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ നിയമമാറ്റത്തിൽ നിന്നും. ഓക്കെ, പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് ഇനി പുതിയതായിട്ട് ക്യാസ് എടുത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനുള്ള ഒരു ഇൻഫർമേഷനാണ്. അതായത് ഈ പറഞ്ഞ പോലെ പുതിയ ഇമിഗ്രേഷൻ ചേഞ്ചുകളുടെ ഭാഗമായിട്ട് വരാൻ പോകുന്ന നിയമങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്റ്റുഡൻസിനെയാണെന്നാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റുഡൻസിൻ്റെ വരവ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ വളരെ കൂടിയ സാഹചര്യത്തിൽ അവർ ഫസ്റ്റ് കൊണ്ടുവന്ന നിയമമായിരുന്നു ഡിപ്പെൻഡൻസിനെ അലോ ചെയ്യുന്നില്ല എന്നുള്ളത്. ഓരോരോ നിയമങ്ങൾ നമുക്ക് കുരുക്കായിട്ട് വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല, പക്ഷേ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ് PSW നിർത്തലാക്കുക എന്നുള്ളത്. അപ്പം അതിൽ കുറച്ച് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ PSW കംപ്ലീറ്റ്ലി എല്ലാ കോഴ്സുകൾക്കും PSW നിർത്തുക, അതായത് ജസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വരുന്നു, എത്ര വർഷമാണ് സ്റ്റുഡൻറ്റ് വിസ ഉള്ളത് അതുവരെ പഠിക്കുക, തിരിച്ചു പോവുക. അതാണ് ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ചില കോഴ്സുകൾക്ക് മാത്രം PSW അലോ ചെയ്യും, ബാക്കി അപ്പം ആ കോഴ്സുകൾ എടുക്കുന്നവർക്ക് മാത്രമേ PSW നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു പ്രപ്പോസൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു 6 മന്ത്സ്, മാക്സിമം 6 മന്ത്സ് മാത്രം PSW കൊടുക്കുക, അതിനുശേഷം ജോലി കിട്ടി അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിലോട്ട് മാറാൻ പറ്റിയാൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോവുക. ഇങ്ങനെ കുറേ കുരുക്കുകളാണ് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് UK അല്ലെങ്കിൽ പല രാജ്യത്തോട്ടും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഈസി റൂട്ടായിരുന്നു സ്റ്റുഡൻറ്റ് വിസ. പക്ഷേ അത് UK ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലപോലെ പഠിക്കാൻ കഴിവുണ്ട്, നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട്, വന്നാൽ എന്തെങ്കിലും ഒരു ജോലിയിൽ കയറാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ മാത്രം പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക. അല്ലാത്തവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് ഇനിയും വരാൻ പോകുന്ന നിയമങ്ങൾ ഒന്ന് അറിഞ്ഞിട്ട്, അറ്റ്ലീസ്റ്റ് ഏപ്രിൽ മെയ് ആ ടൈം കഴിഞ്ഞിട്ട് മാത്രം സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുക. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ 38,700 എന്നുള്ളൊരു ത്രഷ് ഹോൾഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, അപ്പോൾ സ്റ്റുഡൻസിനൊരു ഇളവെന്നുള്ള രീതിയിൽ അവർ ന്യൂ എൻട്രൻറ്റ് കാറ്റഗറിയിലോട്ട് സ്റ്റുഡൻസിനെ പെടുത്തി. ഒന്നെങ്കിൽ
30,900 അല്ലെങ്കിൽ നമ്മുടെ സാലറി, അതായത് നമ്മൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഓൺ ഗോയിങ് റേറ്റിൻ്റെ 70% ഏതാണോ ഹയർ അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം കഴിവുണ്ട്, നമ്മളെ എടുക്കുന്ന കമ്പനിക്ക് അത്യാവശ്യം നമ്മളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 30,000 അല്ലെങ്കിൽ 70% ഓഫ് ദി ഓൺ ഗോയിങ് റേറ്റ് നല്ലപോലെ കഷ്ടപ്പെട്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ ലക്കും എല്ലാം കൂടെ നോക്കി കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ കിട്ടാൻ വകയില്ലാത്തവർ, നമുക്ക് അറിയാമല്ലോ, നമുക്കിവിടെ യു കെയിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചിലവർ നമ്മൾ പഠിച്ച് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് PSW ഒക്കെ ഏകദേശം തീരാറാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മൾ എന്താണ് ഒരു കെയർ ഹോം വിസ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിസ കാറ്റഗറിയിലോട്ട്, ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ വിസയിലോട്ട് അങ്ങനെയൊക്കെ മാറുന്നത്. അതൊരു കുറവാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയണത്. പുതിയൊരു നിയമം വരാൻ പോകുന്നത് വെച്ചിട്ട് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, അത് ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞൊരു നിയമം നമുക്ക് യു കെയിൽ വരുവാണെങ്കിൽ, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത്, സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ PSWയിൽ ഓക്കെ PSW ഉണ്ട്, 2 വർഷത്തെ PSW കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ മൂലം ഏതാണോ നമ്മൾ പഠിച്ച കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിസ കിട്ടിയെങ്കിൽ മാത്രം, നോട്ട് ദ പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട വിസ കിട്ടിയെങ്കിൽ മാത്രം നമുക്ക് യു കെയിൽ ഒരു COS ഇഷ്യൂ ചെയ്ത് നമുക്കിവിടെ ലീഗലി നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് വരാൻ പോകുന്ന അടുത്ത വലിയൊരു നിയമക്കുരുക്ക്. ഇപ്പം നമ്മൾ ബിസിനസ് പഠിച്ചു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൻ്റെ വിസയിലോട്ടോ അല്ലെങ്കിൽ കെയർ ഹോം വിസയിലോട്ടോ ഒന്നും മാറാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇമിഗ്രേഷനിലുള്ളവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മൾ എന്തിലോട്ടാണ് ജോലിക്ക് കയറുന്നത്, എല്ലാത്തിനെ പറ്റി അവർക്ക് ഡേറ്റാബേസ് ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം അതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. കറൻ്റ്ലി PSWയിലുള്ളവരും നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും നല്ലൊരു ടെൻഷനിൽ തന്നെയാണ് യു കെനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാനും ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് വന്നത്. അപ്പം നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ ശ്രമത്തിനനുസരിച്ച് നമ്മുടെ ലക്കും എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ യു കെയിലോട്ട് ലോണും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നവർ ശരിക്കും ബുദ്ധിമുട്ടും. നമുക്ക് തന്നെ ഇപ്പം അറിയാം, എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അതും അവർ പറഞ്ഞിപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത്, യു കെയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റുഡൻ്റായിട്ട് വന്നവർ പാർട്ട് ടൈം കിട്ടാതെ ഇപ്പോൾ 6, 7, 8 മാസമായിട്ട് റൂമിൽ തന്നെ ഇരിപ്പാണ്. റൂമിൻ്റെ റെൻറ്റ് എന്താണേലും അടയ്ക്കണം. ഇപ്പം നമ്മളൊരു ഷെയർഡ് ബങ്കർ ബെഡൊക്കെ ഉള്ള റൂമാണെങ്കിൽ പോലും നമുക്കൊരു മിനിമം ഒരു 300 അല്ലെങ്കിൽ 350 പൗണ്ടേലും നമുക്ക് അതിന് എല്ലാം കൂടെ ഒരു മാസത്തെ ചിലവ് വരുന്നുണ്ട്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുത്തി നമ്മളിവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, എന്നെ പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യു കെയിലോട്ട്, പ്രത്യേകിച്ച് ഈ നിയമം പെട്ടെന്ന് മാറുന്ന യു കെയിലോട്ട് നിങ്ങൾ വരുന്നതിന് മുന്നേ വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം വരിക. പല ഏജൻസികളും പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട് 2 വർഷം. ഞാൻ പണ്ട് കുറേ ഏജൻസി ത്രൂ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോഴും സ്റ്റാറ്റസ് ഞാൻ കാണുന്നത് IELTS വേണ്ട, 50% പോലും മാർക്ക് വേണ്ട, 45% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയിൽ വരാം, 2 കൊല്ലത്തെ PSW ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇതെപ്പോഴാണ് എന്താണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഈ മാറ്റങ്ങൾ മുഴുവൻ, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ. ഇനിയിപ്പം ലാസ്റ്റ് ഹോപ്പായിരുന്നു PhDക്കും എംറസിനും ഡിപ്പെൻഡൻസിനെ അലൗഡാണ്, അതും നിർത്തലാക്കിയ സാഹചര്യമാണ് ഇപ്പം യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരുന്നതിന് മുന്നേ വളരെയധികം ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക. നമ്മുടെ വീട്ടുകാരുടെ പൈസ ആണ്, നമ്മൾ ലോൺ എടുത്തിട്ടാണ് വരുന്നത്, കുടുംബം മുഴുവൻ നമുക്ക് ബാധ്യതയായിപ്പോവും. അപ്പം മാക്സിമം ചിന്തിച്ചതിന് ശേഷം മാത്രം യു കെയിലോട്ട് വരിക. അപ്പം നമ്മുടെ ഈ കസിൻസൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കുറേ പേരും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു വീഡിയോയുടെ കമൻറ്റിലൊക്കെ ആണെങ്കിലും. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം. അപ്പം എനിവേ സ്റ്റേ ട്യൂൺഡ് അബീസ് UK ചാനൽ. ബൈ.